ഹലോ! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഓണത്തിൻ്റെ പൂക്കളൊക്കെ തുടങ്ങിയില്ലേ? ഇന്ന് ചിത്തിരയാണ്. അപ്പോൾ രാവിലത്തെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ മക്കളെല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി സച്ചുട്ടിന് ഉച്ചവരെ ഉള്ളൂ എക്സാം. നമുക്ക് ഓണം ക്ലീനിങ് തുടങ്ങണ്ടേ? നമ്മളുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് കമൻറ്റ് കണ്ടു കേട്ടോ. ചേച്ചി എന്താ ക്ലീനിങ് വീഡിയോ ഇടാമോ എന്നുള്ള. അപ്പോൾ ഞാൻ എന്താ കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനുള്ളതല്ല, ഡെയിലി നമ്മൾ അടിച്ച് വാരി തുടയ്ക്കുന്നതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കർക്കിടക സംക്രമത്തിൻ്റെ ക്ലീനിങ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കർക്കിടകം ഞാൻ മക്കൾക്കൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് ഫുള്ള് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ആ ഒരു പണിക്ക് ഞാൻ കർക്കിടകത്തിൽ ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഓണത്തിനേക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഒറ്റയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിന്നാലുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ച് പോകും. കഴിഞ്ഞ തവണ തന്നെ എനിക്ക് നല്ലതായിട്ട് അബദ്ധം പറ്റിയിട്ടോ. സ്കൂൾ തുറക്കണതിൻ്റെ മുന്നെയാണ്, സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസം അങ്ങോട്ടാണ് തോന്നുന്നു ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞാൻ മൊത്തമായിട്ട് തീർത്തു. പിന്നെ 2 ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. കാരണം നമ്മൾ താഴത്തെ നിലയും മുകളിലത്തെ നിലയും കൂടെ ഒറ്റ ദിവസം കൊണ്ടാണ് തീർത്തതല്ലേ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ക്ലീനിങ് ഒരു ചെറിയൊരു പ്ലാനോട് കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസം കുറച്ച് പാർട്ടായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും വലിയ ക്ഷീണം ഉണ്ടാവില്ല. ചെയ്യുന്ന ക്ലീനിങ്ങും നീറ്റായിട്ട് നിൽക്കും. മറ്റേ നമ്മളൊരു ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗമൊന്നും ചിലപ്പോൾ എത്തില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് ഓണം ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ചിത്ര ദിവസം എടുത്ത ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടത്. പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ 2 ദിവസം ലേറ്റായി പോവും. അപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞ് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് മഴ ചാറിയപ്പോൾ ഞാൻ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ മുകളിൽ കുട വെച്ച് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ വെയിൽ വന്നു. അങ്ങനെ ഞാൻ ഇതാക്കണു മക്കളുടെ റൂമിൽ നിന്നാണ് കേട്ടോ ആദ്യം തുടങ്ങുന്നത്. ആദ്യം താഴെ നിലയിലുള്ള 2 ബെഡ്റൂമിലെ കാര്യങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോളും ഡൈനിങ്ങും കൂടെ ഒരു ദിവസം തീർക്കുക. പിന്നെ അപ്സ്റ്റെയറും തീർക്കുക. ലാസ്റ്റ് നമ്മൾ കിച്ചണും തീർത്ത് കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അലമാരൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. 3 പേർക്ക് 3 വാർഡ്രോബാണ് വെച്ചതെങ്കിലും ഇപ്പോൾ എല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ തുണികൾ മടക്കി വെക്കണം. ഇങ്ങനെ ഡീപ്പായിട്ട് ചെയ്യുന്ന സമയത്താണ് അവർ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ മാറ്റി വയ്ക്കും. പിന്നെ നിക്കറോ ബനിയനൊക്കെ ചിലപ്പോൾ വല്ല കീറലൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കും കേട്ടോ. മറ്റേതൊക്കെ അലമാരയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ 3 പേരത് വേറെ വേറെ ആയിട്ട് മടക്കി വെക്കണം. മടക്കി വെക്കാൻ ഞാൻ അവിടെ സ്റ്റൂൾ ഇട്ടേണ്ടി ഇരുന്നുണ്ട്. കാരണം 3 പേരുടെ വീട്ടിലിടുന്ന ഡ്രസ്സ്, നല്ല ഡ്രസ്സ്, യൂണിഫോം, അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം മടക്കി വെച്ച് ബെഡിൽ തന്നെ മടക്കി വെച്ചു. അതിന് ശേഷം ഞാൻ എന്താക്കണം, അലമാര നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് നല്ല സ്മെല്ലിൻ്റെ കംഫേർട്ട് ലേശം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അലമാര അടച്ചിടുമ്പോൾ നല്ല സ്മെല്ലുമായിട്ട് തോന്നും. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ അലമാരയിലൊക്കെ എന്തെങ്കിലും ഇനി വെള്ളമായി കഴിഞ്ഞാൽ വല്ല ബുദ്ധിമുട്ട് വരണ്ട വിചാരിച്ച് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് തന്നെ ഉണ്ടോ തുടയ്ക്കുന്നത്. അങ്ങനെ 3 അലമാരയും തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഡ്രസ്സ് അതിലേക്ക് എടുത്ത് വെക്കുക. പിന്നെ ബെഡ്റൂം ക്ലീൻ ആക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ റൂമത്തെ പണി മൊത്തം തീരും. അപ്പം നിങ്ങളെല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? നമുക്ക് ഓണവും വിഷുവും പിന്നെ നമ്മുടെ മാലിടുന്ന സമയത്ത് വൃശ്ചികത്തിലും അങ്ങനെ നമുക്ക് എപ്പോഴും ക്ലീനിങ് തന്നെയാണല്ലേ. ഡെയിലി ക്ലീൻ ചെയ്താലും ഇങ്ങനത്തെ എന്തെങ്കിലും ഫെസ്റ്റിവലും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാനുണ്ടായിരിക്കും. അതങ്ങനെ ചെയ്യണം ഒന്നും കൂടെ ഐശ്വര്യമാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരായിരിക്കും ഈ പെണ്ണിന് വെറും ക്ലീനിങ് വീഡിയോ മാത്രമേ ഇടാനുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയുക, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ചെയ്യണം. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും ക്ലീനിങ് ഓണത്തിനും നമ്മൾ വിഷുവിൻ്റെ സമയത്തും പിന്നെ കർക്കിടകത്തിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ കർക്കിടകത്തിൽ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലീനിങ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ അലമാരയൊക്കെ ഇതാക്കണം നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അലമാര ഫുള്ള് കാലിയായി കിടക്കുകയാണ് ഇപ്പോൾ. അലമാരയൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാക്കണം ഡ്രസ്സുകളൊക്കെ അതിലേക്ക് മാറ്റിയിട്ടോ. 3 പേരതും വേറെ വേറെ ആക്കിയിട്ട് തന്നെ വെച്ചു. പിന്നെ അതിന് ശേഷം ആക്കണം ഞാൻ എന്താക്കണു നമ്മുടെ മാറാലൊക്കെ തട്ടട്ടോ. അപ്പോൾ സീലിങ്ങിൻ്റെ ഇടയിലൊക്കെ മാറാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടിയെടുക്കണം. കർട്ടനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ജനലും തുടച്ചെടുക്കണം കേട്ടോ. കാര്യമായിട്ട് അത്ര പണികൾ ഞാൻ റൂമിലുള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ ബെഡ്ഷീറ്റും മാറ്റും. അങ്ങനെ ജനലൊക്കെ ആക്കണം നന്നായിട്ട് പൊടി തട്ടുന്നുണ്ട്. അപ്പോൾ കർട്ടൻ നമ്മൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഇങ്ങനെ നല്ല വെയിൽ വരുന്നതിനായിട്ട് എനിക്കിഷ്ടം. മഴ മൂടി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇവിടെ ഏട്ടന് നേരെ ഓപ്പോസിറ്റാണ്, മഴ പെയ്യുന്നതാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ആക്കണം 2 സൈഡിലുള്ള കർട്ടനുകളും പൊക്കിയെടുത്തിട്ട് നമ്മൾ
ജനൽമത്തെ പൊടികളൊക്കെ തുടച്ചെടുക്കണം കേട്ടോ, തട്ടിയെടുക്കണം. ആദ്യം നമ്മൾ പൊടി തട്ടിയെടുക്കണം, എന്നിട്ട് വേണം നമ്മൾ വെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കാനും. അപ്പോൾ തന്നെ നമ്മളുടെ ജനലും വാതിലും ഒക്കെ ഒന്ന് നീറ്റായി നിൽക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അതുകൊണ്ട് ബാത്റൂമിലത്തെ പൊടികളും മാറാലൊക്കെ തട്ടുന്നുണ്ട്. നമ്മുടെ 2 ബെഡ്റൂമിൽ തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹോളിൽ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ബാത്റൂമിലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്തായാലും ഇതിൻ്റെ ബാക്കി എടുക്കാൻ കഴിയില്ല കേട്ടോ, കാരണം നാളെ തച്ചുട്ടൻ്റെ അമ്പാടീൻ്റെ സ്കൂളിൽ ഓണപരിപാടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകേണ്ടി വരും. പേരൻസും കുട്ടികളും ടീച്ചേഴ്സും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പം നാളെ അവരുടെ സ്കൂളിലായിരിക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും. അപ്പോൾ നാളത്തെ പണികളൊന്നും നടക്കില്ല. പിന്നെ അതിന് പിറ്റത്തെ ദിവസം വേണ്ടിയിരിക്കും നമുക്ക് ബാക്കിയുള്ളത് നടക്കാൻ. അതുകൊണ്ട് ഇന്ന് എത്ര നേരം വൈകിയാലും താഴത്തെ 2 ബെഡ്റൂമും കൂടെ ഫുള്ളായിട്ട് പണി തീർക്കും കേട്ടോ. അങ്ങനെ എങ്കിലേ നമുക്ക് പിന്നെ ബാക്കിയുള്ളത് ഹോളും ഡൈനിങ്ങും കൂടെ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിച്ചണും തീർക്കാൻ പറ്റില്ല. മക്കളെ സ്കൂള് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും തീർന്നു കഴിഞ്ഞാൽ അത്രയും സമാധാനം. അങ്ങനെ തീരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വേഗം വേഗം തീർക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവർ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ എന്താ പറയുക, ഞാനാണെങ്കിൽ ഭയങ്കര OCDൻ്റെ പ്രശ്നമുള്ള ആളാട്ടോ. ആ കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ ഏട്ടനെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ വഴക്ക് വരെ പറയാറുണ്ട് കേട്ടോ. എനിക്കുണ്ടല്ലോ ഈ മക്കളൊക്കെ എടുത്ത സാധനം അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടില്ലെങ്കിലും, പിന്നെ എന്താ പറയുക, കുളിച്ച് കഴിഞ്ഞാൽ തോർത്തുണ്ട് ബെഡിലിടുന്നത്, അവരുടെ ഡ്രസ്സ് ബാസ്ക്കറ്റിൽ, നമ്മൾ അലക്കാനിടുന്ന ബാസ്ക്കറ്റിൽ അവർ ഇട്ടിട്ടില്ലെങ്കിൽ അതിനൊക്കെ എനിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പം ഞാൻ അതിനൊക്കെ അവരെ കൊണ്ട് തന്നെ അത് ഞാൻ എടുപ്പിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇപ്രാവശ്യം ഏട്ടൻ ലീവിന് വന്നപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എന്നോട് പറഞ്ഞൊക്കെ കുറച്ച് OCD കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ എന്തോ ഞാൻ അങ്ങനെയാണ്. എനിക്ക് എന്താ പറയുക, നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വൃത്തിയിൽ കിടക്കണം. ഇനി പരത്തിയിടാൻ തുടങ്ങി അവരെ കൂടെ ഞാനും പരത്തിയിടും, പിന്നെ നന്നായിട്ട് അങ്ങോട്ട് നന്നാക്കും. ഇതന്നെയാണ് റൂമിലെ മാറാലയും ജനൽമത്തെ പൊടികളും കാര്യങ്ങളൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റാറുള്ളൂ. അപ്പോഴേ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ പൊടിയൊക്കെ ബെഡിൽ മാറ്റും. ഞാൻ അങ്ങനെയുണ്ട് ചെയ്യാറ്. നമ്മുടെ മാറാല തട്ടും, ജനൽ തട്ടും, കർട്ടനിലെ പൊടി തട്ടും, പിന്നെ ജനലൊക്കെ തുടച്ചെടുക്കും. എന്നിട്ട് അതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പുതിയൊരെണ്ണം വെച്ചിടും. അപ്പോൾ നമ്മളെ എന്താ പറയുക, അത് കഴിഞ്ഞ് പിന്നെ അടിച്ച് വാരി തുടച്ചിട്ടാൽ പിന്നെ റൂം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നീറ്റായി കിടക്കണം കാണുമ്പോഴും. അതായത് എന്നും നീറ്റല്ല എന്നല്ല, പക്ഷെ നമ്മൾ ഇത്രയും അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ആ ഒരു റൂം കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സുഖം തോന്നും കേട്ടോ. ഇനി നമുക്ക് ജനലും കൂടെ, അതായത് ജനലിൻ്റെ ഗ്ലാസും കൂടെ തുടച്ചെടുക്കേണ്ടത്, പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് തന്നെ തുടച്ചെടുക്കണം. അങ്ങനെ ഇതാക്കണം കർട്ടൺ ബെഡ്ഷീറ്റ് വിരിച്ചു, ബ്ലാങ്കറ്റ് വിരിച്ചു, ലാസ്റ്റ് ഇതാക്കണം പില്ലോയും കുഷ്യനൊക്കെ വെച്ച് കഴിഞ്ഞ് അടിച്ച് വാരിയിടുക കേട്ടോ. അപ്പം ഇനി ഇത് അടിച്ച് വാരി മറ്റേ റൂമും കൂടെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് രണ്ടും അങ്ങോട്ട് തുടച്ചിടും. അപ്പോൾ ഇന്നത്തോടെ 2 ബെഡ്റൂമത്തെ പണികളും മൊത്തമാക്കിയിട്ട് തീരും. അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ക്ലീനിങ് ചെയ്യുമ്പോൾ ചെയ്യാറ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലീനിങ്ങിൽ എനിക്ക് ഭയങ്കര ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മൊത്തത്തിൽ തീർന്നുകൊണ്ട് എനിക്ക് അതൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് തുടക്കം മുകളിൽ നിന്ന്, നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ തുടങ്ങി താഴെ എത്തിയപ്പോഴത്തേക്ക് അത് നീറ്റാവാതെ പെട്ടെന്ന് അങ്ങോട്ട് തീർത്തു. കാരണം വൈകുന്നേരമായി അപ്പോഴേക്കും പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കാനാകുമ്പോഴത്തേക്ക് തുടക്കലും കഴിയണം, എല്ലാ മക്കളെയും കുളിപ്പിച്ച് എനിക്കും കുളിക്കണം. അങ്ങനെ മക്കളുടെ റൂമത്തെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ആ ഡോർ അങ്ങോട്ട് എന്താ പറയുക ക്ലോസ് ചെയ്ത് പിന്നെ ഞാൻ കിടക്കുന്ന ബെഡ്റൂം, അതായത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെയും സെയിം നമ്മുടെ അലമാര ഒന്ന് അടുക്കി പെറുക്കി വെക്കണം, അലമാര ഒന്ന് തുടച്ചിടണം. അപ്പോൾ അതിൻ്റെ ആദ്യം സാരികൾ ഇതാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ സാരിയുടെ കുറച്ച് കളക്ഷൻസും കൂടി ഈ ഒരു കൂട്ടത്തിൽ കാണാം കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം സാരി എനിക്കുണ്ട്, പക്ഷെ ഇപ്പോൾ എവിടേക്കും പോവാത്തതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല. ഒരു കല്യാണവും കാര്യങ്ങളും നമുക്കത് കിട്ടുന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു ഞായറാഴ്ച കല്യാണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വേഗം ചുരിദാറിട്ട് പോകും. അങ്ങനെ ഒരുപാട് സാരികളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ ബ്ലൗസും നമുക്ക് എന്താ പറയുക ഫിറ്റ് ആവുന്നുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സാരി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കല്യാണ സാരിയാണ് ഇട്ടത്. 12 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. അന്നത്തെ ഒരു ട്രെൻഡ് ഇതായിരിക്കും, ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ മാറിയില്ലേ. അപ്പോൾ ഈ ഒരു സാരിയും ഇതിൻ്റെ ഒരു കളറും ഇതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും സാരികൾ ഞാൻ എത്ര ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാരി എൻ്റെ കല്യാണ സാരി തന്നെയാണ് കേട്ടോ. അങ്ങനെ വേഗം സാരികൾ അടുക്കി പെറുക്കി വെച്ചു. ചുരിദാറുകൾ, ഏട്ടൻ്റെ ഡ്രസ്സുകൾ അതൊക്കെ അലമാരയിൽ അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം വീണ്ടും സെയിം നമ്മൾ മറ്റേ റൂമിൽ ചെയ്ത പോലെ കർട്ടൻ പൊക്കുന്നു, എന്താ പറയുക പൊടികൾ തട്ടുന്നു, എന്താ പറയുക തുടച്ചെടുക്കുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇനി നമ്മളുടെ മിററും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ പിന്നെ മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ അവിടെ ഇവിടെ വലിച്ച് വാരി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു സ്റ്റാൻഡും തുടച്ചെടുക്കുക, മിററും തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ റൂമത്തെ ഏകദേശം പണികൾ തീർന്നു. പിന്നെ ഇതും അടിച്ച് വാരി തുടച്ചിട്ടാൽ ഇന്നത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു. മക്കൾ ഏകദേശം വരാറും ആയിട്ടോ. സമയം ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. എക്സാം ആയതുകൊണ്ട് 2 പേരും ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ എത്തുട്ടോ. 2 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും എത്തും. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് പിന്നത്തെ പണികൾ ഭയങ്കര ഫാസ്റ്റ് ആക്കിയിട്ടോ ഞാൻ. കാരണം അവർ വരുമ്പോഴത്തേക്കിന് ഇതൊക്കെ ആകെ വലിച്ച് വാരിയിട്ട് കണ്ടാൽ പിന്നെ അവർ അത് ഓരോന്നെടുത്തത് എന്താ ഏതാന്ന് അങ്ങനെ ചോദിക്കും. പിന്നെ അതിൽ ഞാൻ ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പെറുക്കിയെടുക്കാം. സാറ്റേട്ടൻ അങ്ങനെയാണ്. ഞാൻ വേണ്ടാന്ന് വിചാരിക്കുന്ന കളയുന്ന സാധനങ്ങളൊക്കെ അവരെടുത്ത് വെച്ചിട്ട് അത് വീണ്ടും അലമാരയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവന് ഇങ്ങനെ മുത്ത് കളക്ട് ചെയ്യുക, തൂവൽ കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കി വെക്കും. പിന്നെ അവരത് പരത്തിയിടും. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ വൃത്തികേടായി പോവും. അപ്പോൾ വേഗം മക്കൾ വരുന്നതിന് മുന്നേ പിന്നത്തെ പണികൾ വേഗം ഫാസ്റ്റ് ആക്കി കേട്ടോ. ഇന്നത്തെ ക്ലീനിങ് ഏകദേശം തീർന്നു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഭാഗമായിട്ട് ക്ലീനിങ്ങിൻ്റെ വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.